ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു ഷാസി ട്രീറ്റ്സ്. 2 പഴമുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുക ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരവടൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ മധുരവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 പഴം വേണം. ഇത് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തതാണ്, വേവിച്ചിട്ടെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിപാത്രത്തിൽ വേവിച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയിട്ടെടുക്കുക. അപ്പോൾ 2 നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ ജാഗരി, നമ്മളെ ബെല്ലയില്ലേ, അതിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയിലും ഇട്ട് കൊടുക്കുക. പഞ്ചസാര ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത് നമ്മൾ മിക്സ് ആക്കുന്ന ടൈം പഴത്തിന് ചെറിയൊരു ചൂട് ഉണ്ടാവുന്നത് നല്ലതാണ്. എന്നാലേ നമ്മൾ ചേർത്ത മധുരം ഇതിലേക്ക് വേഗം തന്നെ അലിഞ്ഞു ചേരും. ഇനി ഇതിലേക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. 1/2 കപ്പിന് 125 ml കപ്പാണിത്. ഇതിൽ 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കുക. 1/2 കപ്പിൻ്റെ അളവിൽ കുറച്ച്, 1/2 കപ്പ് ഫുള്ളായിട്ടില്ല, കുറച്ച് കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ അപ്പക്കാരം ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 2 പഴം കൊണ്ട് ഏകദേശം ഒരു 9-10 മീഡിയം സൈസുള്ള വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി മാവ് കുഴച്ച ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കയ്യിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഞാൻ തടവി കൊടുത്തിന്. ഇതിന് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് വടൻ്റെ ഷേപ്പ് ആക്കിയിട്ടെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ടോ അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഞാൻ ഓയിലൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിന്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. നമ്മൾ ഗോതമ്പ് പൊടിയിൽ കുക്കായി കിട്ടണം. പിന്നെ പഴത്തിൽ ബേക്കിംഗ് സോഡ ഇട്ട് എന്ന് വിചാരിച്ചിട്ട് ഓയിൽ വല്ലാണ്ട് കുടിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന സ്നാക്കിൽ ചെറുതായിട്ട് ഓയിൽ ഉണ്ടാവില്ലേ, ആ ഒരു ടൈപ്പേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരുപാട് ഓയിലൊന്നും അത് വലിച്ചെടുക്കൂല. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് 2 സൈഡും കൂടി മൊരിപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ വലിയ പാത്രത്തിലാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. അതുകൊണ്ട് സൈഡിൽ ഗ്യാപ്പുള്ളതുകൊണ്ട് അവിടെയും കൂടി ഞാൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വടയും തിരിച്ചും മറിച്ചു വിട്ടിട്ട് കളർ ചേഞ്ചാക്കി ഫ്രൈ ചെയ്തിട്ടെടുക്കുക. 2 പഴമൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വന്നത് ഞാൻ കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള മധുരവട തയ്യാറായി. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ച് നോക്കുമ്പോൾ തന്നെ കാണുന്നില്ല, നല്ല സോഫ്റ്റാണ്, അതേപോലെ നല്ല ടേസ്റ്റാണ്. ഗോതമ്പ് പൊടി ചേർത്തെന്ന് വിചാരിച്ചിട്ട് ഗോതമ്പിൻ്റെ ആ കുത്തൽ ടേസ്റ്റൊന്നും ഇല്ല ഇതിന്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ചേർത്ത് കൊടുക്കാം, അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും എൻ്റെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.